പാർട്ടി നേതൃത്വത്തെ വിമർശിച്ച് സിപിഎം കായംകുളം ഏരിയ കമ്മിറ്റി അംഗം ശ്യാം. പാർട്ടി പ്രവർത്തനം ജീവനോപാധിയായി കാണുന്ന നേതാക്കൾ അങ്ങനെ അല്ലാത്തവരെ വെച്ചുപൊറുപ്പിക്കില്ല. ആക്രി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പാർട്ടി അംഗത്തിൽ നിന്ന് 3.5 ലക്ഷം രൂപ തട്ടിയെടുത്ത ഏരിയ കമ്മിറ്റി അംഗത്തിനെ ഉന്നത നേതാക്കൾ സംരക്ഷിക്കുന്നതായും ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്? രാഖി, ശ്യാം എന്ന CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗമാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇത്തരത്തിൽ പാർട്ടി നേതാക്കളെയും പാർട്ടിയുടെ ഇപ്പോഴത്തെ സമീപനങ്ങളെയും എല്ലാം വിമർശിച്ച് രംഗത്തെത്തിയത്. അതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം കുട്ടൻപിള്ള എന്ന് പറയുന്ന കൃഷ്ണപുരം പഞ്ചായത്തിലുള്ള ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം. ഇദ്ദേഹം ഓച്ചിറ ക്ഷേത്രത്തിന് സമീപം കടയും മറ്റും നടത്തുന്ന ഒരാളാണ്. ഇയാൾക്ക് 3.5 ലക്ഷം രൂപയുടെ ഇടയിൽ നിന്നും CPM ഏരിയ കമ്മിറ്റി അംഗം തട്ടിയെടുത്തതായും പകരം കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാലയിലെ ആക്രി സാധനങ്ങൾ നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഈ പണം തട്ടിയത് സംബന്ധിച്ച് പാർട്ടിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ ഏരിയ കമ്മിറ്റി അംഗത്തെ സംരക്ഷിക്കുന്ന സമീപനമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന വിമർശനം ഉന്നയിക്കുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് പറയുന്നത്, ജീവനോപാധിയായി കണ്ട് ചിലർ പാർട്ടി നേതാക്കൾ അവർ ഇരിക്കാൻ പറഞ്ഞ കിടക്കുന്ന ആൾക്കാരെയാണ് അവർക്ക് ഇപ്പോൾ പാർട്ടിയിൽ ആവശ്യം. അല്ലാതെ അഴിമതിരഹിതമായി പ്രവർത്തിക്കുന്നവരെ പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കുന്നില്ല. CPMലെ ഏതെങ്കിലും ഒരു അംഗത്തിനെതിരെ ഒരു ആരോപണം വന്നാൽ അത് പ്രചരിപ്പിച്ചാൽ ആ പ്രചരണത്തിന് പിന്നിൽ കോൺഗ്രസോ BJPയോ ആകില്ല, മറ്റൊരു CPMകാരൻ തന്നെയായിരിക്കും. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകുന്നു എന്ന സിദ്ധാന്തത്തിലൂന്നിയാണ് ഇപ്പോൾ CPMൻ്റെ പോക്ക്. ആ രീതിയിൽ കൂടെ പ്രവർത്തിക്കുന്നവരെ തന്നെ ഒറ്റുകൊടുക്കുന്ന രീതിയിലുള്ള CPMൻ്റെ ശൈലി മാറ്റണമെന്ന തരത്തിലുള്ള പോസ്റ്റാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്തുതന്നെയായാലും ഇത് സജി ചെറിയാൻ പങ്കെടുത്തുകൊണ്ട് ഇന്നലെ കായംകുളത്ത് ഏരിയ കമ്മിറ്റിയിലുള്ള അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള കീഴ്ഘടകങ്ങളിലടക്കമുള്ള പ്രശ്നപരിഹാരത്തെ സംബന്ധിച്ച് ഏരിയ കമ്മിറ്റി യോഗം മണിക്കൂറുകൾ നീണ്ട യോഗം നടന്നിരുന്നു. അത് പൂർത്തിയായതിന് പിന്നാലെയാണ് ശ്യാമിൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് എന്നതും ശ്രദ്ധേയമാണ്. രാഹി.